ചങ്ങായിമാരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച തുടങ്ങുന്നതിന് മുമ്പിലെ നമ്മളെ ട്രംപ് ഉണ്ടല്ലോ ഇവിടുന്ന് പോയിട്ട് മലങ്കട്ട് സാധനം രണ്ടെണ്ണം അടിച്ചിട്ട് ഒരു ടെലിവിഷൻ ചാനൽ പോയിട്ട് ഡയലോഗ് ഇറാനെയും വിടൂല കമേനിയും വിടൂല രണ്ടടിച്ച് കിക്കായിട്ട് നമ്മളെ ട്രംപെണ്ണം തള്ളി വിടുന്നത്. നമ്മളെ ട്രംപെണ്ണുണ്ടല്ലോ ലോകത്തിലെല്ലാത്തിനെയും പേടിയാണ്. പക്ഷെ രാത്രി ആകുമ്പോൾ രണ്ടിട്ടിട്ട് കാണുന്നവരുടെയൊക്കെ തള്ളും. ഇറാനെ ഞാനിപ്പോ തീർക്കും കമേനിനെ ഞാനിപ്പം തീർക്കുന്നു അമ്മാതിരി തള്ളാന്ന് രണ്ടെണ്ണം ഇട്ടാല്. എന്നിട്ട് ഈ രണ്ടെണ്ണം ഇട്ട് എന്റെ കെട്ടങ്ങ് തീർന്നിട്ടാകുമ്പോ ബോധം വരുമ്പോ എല്ലാവരോടും പോയി പറയും ഞാനങ്ങനെയൊന്നും പറ്റില്ല, ഞാനങ്ങനെ പറയേയില്ല എന്ന്. എന്തായാലും നമുക്ക് ട്രംപ് അണ്ണൻ രണ്ടെണ്ണം ഇട്ടിട്ട് രണ്ട് മലങ്കെട്ട് സാധനം ഇട്ടിട്ട് വെല്ലുവിളി നടത്തിയെന്നുള്ള ആ വാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇറാൻ അമേരിക്ക നിർണായക ചർച്ചകൾ ഇന്ന് മസ്കറ്റിൽ നടക്കും. ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ടെഹ്റാന്റെ മിസൈൽ ആയുധ ശേഖരം ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ആണവ പദ്ധതി മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ഖമേനി പേടിക്കണം എന്ന് ട്രംപിന്റെ അന്ത്യശാസനം വന്നത് കൈദിവസമാണ്. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ പക്ഷേ രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ജൂണിൽ പ്ലാന്റുകൾ തകർത്തതിന് ശേഷമുള്ള രണ്ടാമതൊരു ആക്രമണത്തിലേക്ക് പോയേക്കാം എന്നുള്ള സൂചനകളും മറ്റും ട്രംപ് നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ മിസൈലുകൾ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങളൊക്കെ ഇറാൻ നിർത്തലാക്കുമോ എന്നുള്ളതാണ്. ആണവ ചർച്ചകൾക്ക് തയ്യാറായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന മറ്റ് പല ഡിമാൻഡുകളിലും ഇറാന്റെ തീരുമാനം എന്തായിരിക്കും എന്നതാണ് കാത്തുനിന്ന് കാണേണ്ടത്. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചെയ്തു. അഭിലാഷ്, മസ്കറ്റിൽ അല്പസമയത്തിനകമാണ് ചർച്ചകൾ ആരംഭിക്കുക. ഇറാന്റെ വിദേശകാര്യമന്ത്രി അടക്കം ഈ ചർച്ചകളുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആക്രമണത്തിന് ഇപ്പോഴും തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപിന്റെ മുന്നിലേക്കാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിലേക്കാണ് ചർച്ചയ്ക്ക് ഇറാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും സംഭവിക്കാമെന്ന പശ്ചാത്തലത്തിലാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ചർച്ച നിർണായകമാകുന്നത്. ഒമാനിലെ മസ്കറ്റിൽ 10 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. ദീർഘനാളായി ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. എവിടെ വെച്ചാണ് ചർച്ച നടത്തുക, എപ്പോഴാണ് ചർച്ച, ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുക, ഇതിൽ ആയിരുന്നു അനിശ്ചിതത്വം. ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നും പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ സമ്മർദ്ദത്തെ തുടർന്നുമാണ് ഒമാനിൽ ചർച്ച നടത്താം എന്ന തീരുമാനത്തിലേക്ക് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിയിട്ടുള്ളത്. ഇനി മാറ്റങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അല്പസമയത്തിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ ചർച്ച ആരംഭിക്കും. അതേസമയം ചർച്ച ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയെ പേടിക്കേണ്ടി വരും എന്ന പരാമർശം ആയിരുന്നു ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് ഇറാനെ ആക്രമിക്കുമെന്നും അങ്ങനെ ഖമനേയുടെ ജീവൻ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമ്മളെ ട്രംപണം നടത്തി ഈ വെല്ലുവിളിയില് ഈ പേടിപ്പിക്കൽ കേട്ടപാട് നമ്മളെ കമേനി പേടിച്ച് വെറിച്ചിട്ടുണ്ടല്ല. 2 കുഴിമന്തി ഓർഡർ ചെയ്ത് എന്നിട്ട് 2 കുഴിമന്തി നല്ലോണം കഴിച്ചിട്ട് നമ്മളെ കമേനി ഉണ്ടല്ല പോയിട്ട് ഉറങ്ങി, നല്ല സുന്ദരമായിട്ട് ഉറങ്ങി. പക്ഷെ വെല്ലുവിളിച്ച നമ്മളെ ട്രംപണനുണ്ടല്ല ആ 2 ഇട്ടേന്റെ കെട്ട് പോയതോടുകൂടി പേടിച്ച് പറിച്ചിട്ട് ടോയ്ലറ്റ് പോയി ഇരിക്കുന്നു. ആ ടോയ്ലറ്റ് ഇതുവരെ ഇറങ്ങിയില്ല. ഇത് നമുക്ക് നമ്മുടെ ട്രംപണൻ ഇറാനെ ഇമാതിരി വെല്ലുവിളിച്ചിട്ട് ഇറാനുണ്ടല്ല ആ വെല്ലുവിളിക്ക് ഒരു പുല്ല് വിലയും കൊടുത്തില്ല എന്നുള്ള ആ വാർത്തയിൽ കൂടി കേട്ടിട്ട് വന്നാലോ. ഏറെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. അത് US ഇറാൻ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ രാത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ തീരത്തേക്ക് പോകുന്ന പുതിയ ഒരു പടക്കപ്പലിന്റെ ദൃശ്യം, അമേരിക്കൻ പടക്കപ്പലിന്റെ ദൃശ്യമടക്കം പുറത്തുവിട്ടുകൊണ്ട് ഭീഷണി ഉയർത്തിയത്. ഖമേനിയോട് മുന്നറിയിപ്പുമായി രംഗത്ത് വന്ന പശ്ചാത്തലം ഒരുങ്ങിയത് ആണവ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത്തരം സമാധാന ശ്രമങ്ങൾ എന്ന് അമേരിക്ക വ്യക്തമാക്കുകയാണ്. ഇറാൻ ഫണ്ട് ചെയ്യുന്ന ചില ഏജൻസികളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട ചർച്ച വേണം. മറ്റ് നിർണായകമായ പല വിഷയങ്ങളും അമേരിക്ക തീരുമാനം പ്രതീക്ഷിക്കുന്നു. ഏതായാലും ചർച്ചകൾ ഇന്ന് മസ്കറ്റിലാണ് നടക്കുക. ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന അഭ്യൂഹം വളരെ ശക്തമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആണവ പദ്ധതി മാത്രമേ ചർച്ച ചെയ്യുമെന്നാണ് ഇറാന്റെ വിശദീകരണം. അതേസമയം സമ്പുഷ്ടീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ ആവശ്യം അത് ഇറാൻ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. കെ പി അഭിലാഷ്, ആ ചർച്ചയ്ക്ക് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോർവിളികൾക്ക് ഏതെങ്കിലും തരത്തിൽ മയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അമേരിക്ക നൽകുന്ന ഭീഷണിക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്ത് ആക്രമിക്കുക എന്ന നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് ഇറാന്റെ സൈനിക നേതാവ് തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. അമേരിക്കയെ മാത്രമായിരിക്കില്ല ആക്രമിക്കുക, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളെയും ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇസ്രായേലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാന്റെ സൈനിക മേധാവി പ്രതികരിച്ചത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നത് ആണവ സമ്പുഷ്ടീകരണവും ആണവായുധങ്ങളുടെ പരീക്ഷണങ്ങളും നിർത്തലാക്കുന്നത് സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റു വിഷയങ്ങളിലേക്ക് അമേരിക്ക കടക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് കൂടി അറാക്ചി സ്വീകരിക്കുമ്പോഴാണ് ഈ ചർച്ച വിജയിക്കുമോ എന്ന ആശങ്കയുള്ളത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏറ്റവും ഭയപ്പെടുന്ന രാജ്യം, അതായത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്ന് ആവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇറാന്റെ ആയുധ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം എന്നത് അതീവ രഹസ്യമായാണ് നടക്കുന്നത് എന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാകും ഫർദോയിലെ ആണവ നിലയത്തെ അപ്രതീക്ഷിതമായി അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ആക്രമിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇറാൻ എന്ന രാജ്യത്തെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്നും ഏതൊരു ഘട്ടത്തിലും അവർ നിലപാട് മാറ്റുമെന്നും അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളും കടുത്ത ഉപാധികളും ഉൾപ്പെടുന്ന ചർച്ചകളും ഒപ്പം കരാറുമാണ് വേണ്ടത് എന്നതാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഈ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഇറാൻ ഒരുക്കമല്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് റഷ്യയുമായുള്ള വളരെ പ്രധാനപ്പെട്ട ആണവ കരാറിന്റെ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി എന്ന തരത്തിൽ 2010 പ്രാഗിൽ ഒപ്പുവെച്ച ഒരു കരാർ ആണ് അവസാനിക്കുന്നത്. ആ കരാർ അമേരിക്കയ്ക്ക് ഒട്ടും യോജിക്കുന്ന ഒരു കരാർ ആയിരുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു കരാറുമായി അമേരിക്ക മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയെ അടക്കം ഈ കരാറിന്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇറാന്റെ
ആണവ സമ്പുഷ്ടീകരണവും ഇറാന്റെ ആണവ മിസൈൽ പ്രയോഗങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിക്കുന്നത്. ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിക്കുന്നതോടെ റഷ്യയ്ക്കും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷേ അക്കാര്യങ്ങളടക്കം ഇറാൻ ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ ട്രംപണ്ണ, നിങ്ങൾ പറഞ്ഞാൽ ഇറാനെ വിശ്വസിക്കാനേ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങളെയും നെതന്യാഹുവിനാണ് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. പക്ഷെ അത് സമ്മതിക്കാത്തത് കേരളത്തിലെ സംഘികളും ക്രിസ്തംഘികളും മാത്രമാണ്. പിന്നെ നമ്മുടെ ട്രംപണിന്റെ ഭയങ്കരമായ ഒരു ആഗ്രഹം കണ്ടില്ലേ, വേറെ ആരും ആണവായുധം ഉപയോഗിക്കാനും പാടില്ല, വേറെ ആരും ആണവായുധം ഉണ്ടാക്കാനും പാടില്ല. നമ്മളെ ട്രംപണ്ണുണ്ടല്ലോ, എപ്പോ വേണമെങ്കിൽ ആണവായുധം ഉണ്ടാക്കുകയും ചെയ്യാം, എവിടെ വേണമെങ്കിൽ ഇടാം. അങ്ങനെയുള്ള ഉടമ്പടി കൊണ്ടുവരാനാണ് നമ്മുടെ ട്രംപണിന്റെ ശ്രമം. ട്രംപണ്ണല്ല എന്തൊക്കെ പറഞ്ഞാലും ഇത്രമാത്രം പേടിയുണ്ട്, ഇത്രമാത്രം പേടിച്ചിട്ടാണ് അവിടെ ഇടക്കിടക്ക് രണ്ട് മലങ്കണ്ട് സാധനം അടിച്ച് രാത്രി അമ്മ വന്നിട്ട് വീരവാദം അളക്കുന്നത്. നമ്മൾ ആറാട്ടണില്ലേ, ആറാട്ടെണ്ണം ഇങ്ങനെയാണ്, രണ്ട് ഇട്ടിട്ട് രാത്രി വന്നിട്ടുണ്ടല്ലോ ലൈവില് ഒരേ വെല്ലുവിളിയായിരിക്കും. പക്ഷെ രാവിലെ ആകുമ്പോൾ ആറെണ്ണം പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതന്നെയാണ് ട്രംപിന്റെയും പരിപാടി. എന്റെ ട്രംപണ്ണ, നിങ്ങൾക്ക് ഇത്രമാത്രം പേടിയുണ്ടെങ്കിലല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒളിച്ചിരുന്നൂടെ? വല്ല ബങ്കറിലോ വല്ല കാട്ടിലോ നിങ്ങൾ ഉറ്റ തോണയ നെതന്യാഹു ഒളിച്ചിരിക്കുന്നില്ലേ, അതുപോലെ ഒളിച്ചിരുന്നൂടെ? പക്ഷെ ട്രംപണനോടല്ല, ഒളിച്ചിരിക്കുന്നതിലുണ്ട്. പക്ഷെ രാത്രി ആകുമ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടാകുമ്പോൾ ആ രണ്ടെണ്ണം ഇട്ടന്റെ ധൈര്യത്തിലാണ് ഇമാതിരി വീരവാദം മുഴക്കുന്നത്. അതുകൊണ്ട് ട്രംപണ്ണ, ഇമാതിരി വീരവാദം ഉണ്ടല്ല, രണ്ടെണ്ണം ഇട്ടിട്ടുള്ള ഈ വീരവാദം അത് നിർത്തുക. കാരണം നിങ്ങളങ്ങനെ അങ്ങ് തൊടാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല പണി തരുന്നതന്നെയാണ് ഇറാൻ പറഞ്ഞുള്ളത്. അത് രണ്ട് ഇട്ട ധൈര്യത്തിലല്ല ഇറാൻ പറഞ്ഞത്, നല്ല ധൈര്യത്തോടെ നല്ല തന്റെ ഇടത്തോടു കൂടിയാണ് ഇറാൻ പറഞ്ഞത്. അങ്ങോട്ട് പോയി തൊട്ടാൽ തോണ്ടിയാൽ തിരിച്ച് നല്ലോണം കിട്ടുന്നു. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ പി ജെയിംസ് ഇല്ലേ, പി ജെയിംസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വന്നാലോ. ബാ. US ഇറാൻ ആണവ ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. തിരിച്ചടിക്കാൻ സജ്ജമെന്ന് ഇറാനും മറുപടി പറഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ അന്ത്യശാസനം. വിവരങ്ങളുമായി പി ജെയിംസ് തത്സമയം ചേരുന്നു. വി ഗുഡ് മോർണിംഗ്. പി ഈ നേരം എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ അന്ത്യശാസനം കേട്ട് നമ്മൾ ഉറക്കം പോകുമല്ലോ. തീർച്ചയായിട്ടും ഇതിപ്പോ ഏറ്റവും ഒടുവിൽ ഇപ്പൊ 3 രാജ്യങ്ങൾ തന്നെയാണ് എല്ലാത്തിനും റെഡിയായിട്ട് നിൽക്കുന്നത്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി ആയുധങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകളൊക്കെ പാറിപ്പറക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് അമേരിക്ക അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ വിമാനവാഹിനി, യുദ്ധക്കപ്പലുകൾ, ഡിസ്ട്രോയറുകൾ, അതുപോലെ തന്നെ മിസൈലുകൾ അയക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് കാത്തുകിടക്കുകയാണ്. അവരുടെ സൈന്യം 40,000-ഓളം സൈന്യമാണ് ഗൾഫിലെ പല രാജ്യങ്ങളിലായിട്ട് അമേരിക്കയുടെ സേനാ താവളങ്ങളിൽ ഉള്ളത്. ഖത്തറിൽ, ഒമാനിൽ, സൗദി അറേബ്യയിൽ, UAE-യിൽ, അതുപോലെ തന്നെ കുവൈറ്റിൽ അടക്കം 8 രാജ്യങ്ങളിൽ 40,000-ഓളം സേന അതുപോലെ തന്നെ ഉള്ളതായിട്ട് അമേരിക്ക നിൽക്കുന്നു. ഇപ്പോ ഏത് നിമിഷവും ഇറാനിലേക്ക് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്നത് 1000-കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇറങ്ങിയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഇറാന്റെ കമാൻഡർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ സൈന്യത്തിന്റെ വിരലുകൾ ബട്ടണിൽ ഇങ്ങനെ അമർത്താൻ, ട്രിഗറിൽ അമർത്താൻ തയ്യാറായി നിൽക്കുകയാണ്, കാഞ്ചി വലിക്കുകയേ വേണ്ടൂ. ആ തരത്തിൽ നിൽക്കുകയാണ്. അമേരിക്ക കയറി എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. അപ്പൊ ഈ തരത്തിൽ 3 രാജ്യങ്ങൾ മുഖാമുഖം നിൽക്കുകയാണ്. ഇസ്രായേലും അമേരിക്ക ഒപ്പത്തിനൊപ്പമാണ്, അവർ ഒരുമിച്ചാണ്. പക്ഷേ ഇറാൻ അപ്പുറത്തും. ഇസ്രായേലും അമേരിക്കയും ഉണ്ടല്ല, ഇറാന്റെ ചുറ്റും അവരുടെ കയ്യിലുള്ള എല്ലാ സാധന സാമഗ്രികളും വെച്ചിരുന്നിട്ടാണ് ഇപ്പോഴും വെല്ലുവിളി മാത്രം നടന്നത്. പക്ഷെ ഒറ്റയ്ക്കുള്ള ഇറാൻ എന്താ പറയുന്നറിയാം? നമ്മൾ മിഥുന സിനിമയിലൂടെ ഡയലോഗില്ലേ, തേങ്ങ ഉടക്ക് സ്വാമി, നിങ്ങൾ തേങ്ങ ഉടക്ക് സ്വാമി, നിങ്ങൾ തേങ്ങ ഉടച്ചെങ്കിൽ ബാക്കിയുള്ള തേങ്ങ അത് ഇറാൻ ഉടക്കുന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ അമേരിക്ക ഇസ്രായേൽ ഉണ്ടല്ല, തേങ്ങ ഉടക്കൂല, തേങ്ങയോട്ട് കാണിക്കുന്നുമില്ല. പക്ഷെ എന്താണ്, രാത്രിയാകുമ്പോൾ 2 മലങ്കട്ട് സാധനം അടിക്കും. മലങ്കട്ട് സാധനം അടിച്ചിട്ട് ഇങ്ങനെ വന്ന് വീരവാദം മുഴക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറാട്ടെണ്ണനെ പോലത്തെ പൊട്ട വീരവാദം. പക്ഷെ എന്താ ചെയ്യാ, രാവിലെ ആവുമ്പം ഇട്ട കെട്ടെല്ലാം മാറിയിട്ടാകുമ്പം ട്രംപെണ്ണം പറയും, വാ ചർച്ച നടത്ത്, ഈ പരിപാടി വേഗം നിർത്തിട്ട് വേഗം വീട്ടിൽ പോവാന്ന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ട്രംപിനോടും നെതന്യാഹുവോടും പറയുന്നത്, വേണ്ടാണ്ട് പോയിട്ട് ഇറാനെ മുട്ടാൻ നിൽക്കണ്ട. മുട്ടിക്കഴിഞ്ഞാൽ ഇറാൻ തിരിച്ച് നല്ല കൊട്ട് തരും. കൊട്ട് കിട്ടിട്ടാകുമ്പം കിടന്ന് മെഴുകേണ്ടി വരും, കരഞ്ഞ് മെഴുകേണ്ടി വരും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് പോയിട്ട് മുട്ടാൻ നിൽക്കണ്ട. മുട്ടിയാൽ നല്ലോണം കിട്ടും. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.